ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അതൊന്നങ്ങോട്ട് ചുരുക്കി പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഥകൾ പറയുന്നതിൻ്റെ പിറകിൽ വലിയ അർത്ഥതലങ്ങൾ വേറെ ഉണ്ട്. ഒരു കാര്യം കഥയാക്കി പറയണം എന്തിനാ? ആ കഥയുടെ അകത്ത് മീനിങ് ഉണ്ടാകണം. മീനിങ് ഇല്ലാത്ത കഥയൊക്കെ പറയാം, അത്യന്താധുനിക സാഹിത്യം എന്നൊക്കെ പറയും. അതിന് മീനിങ്ങും ഉണ്ടാവില്ല, തുടക്കം ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല, വേറെ അർത്ഥതലം ഉണ്ടാവില്ല. അതേ സമയത്ത് പുരാണം നിത്യനൂതനം എന്നാണ് അർത്ഥം. എന്നും നൂതനമാണ്. മോഡേൺ സയൻസ് പുരോഗമിക്കും തോറും പണ്ട് പറഞ്ഞത് തെറ്റാന്ന് പറയും, ഇതുവരെ പറഞ്ഞത് തെറ്റാന്ന് പറയും. പുരോഗതി അതാണ്. ഇപ്പം കൊടുക്കുന്ന മരുന്ന് കൊടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും ആ മരുന്ന് കൊടുക്കാൻ പാടില്ല, അപ്പം കണ്ടുപിടിച്ചു. ഇതാണ് മോഡേൺ സയൻസിന് അതിൻ്റേതായുള്ള പ്രാധാന്യം ഉണ്ട്. നമ്മൾ വേറെന്താ ചെയ്യുക? അപ്പപ്പോൾ പറയുന്നതിനെ മാറ്റി പറയുകയാണ്. പരീക്ഷിത്ത് എന്നൊരു രാജാവാണ് ഭാഗവതത്തിലെ മുഖ്യ കഥാപാത്രം. എവിടെയോ കിടക്കണ ഒരു രാജാവ് എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അവനവൻ തന്നെയാണ് പരീക്ഷിത്ത്. ഒരു കാരണവശാലും പുരാണ കഥ വായിക്കുമ്പോൾ ഇത് വേറെ എവിടെയോ കിടക്കണ ഒരു ചരിത്രത്തിലെ വസ്തുവാണ് ഒന്നും പറയണ്ട. അവനവൻ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് പരീക്ഷിത്ത്. എങ്ങനെ പോയിരുന്നാലും പരീക്ഷണങ്ങളാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ കൗൺസിലിങ്ങിന് വന്നുള്ള ഒരു ദമ്പതിമാർക്ക് പറയാൻ ഉള്ള കാര്യം, അവരുടെ ഇളയ മോള് 33 വയസ്സായി, കല്യാണം വേണ്ടാന്ന് പറയാണ്. എന്താ ചെയ്യുക? എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. അവിടെയും പരീക്ഷണം. അങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മകൾ ഉണ്ടെങ്കിലും ചുളിവിൽ ആരെങ്കിലുമൊക്കെ തലയിൽ വെച്ച് കൊടുക്കാനാണ് ഞാൻ ആലോചിക്കുക. കാര്യം പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. അതേ സമയത്ത് പരീക്ഷണങ്ങളെ അതിജീവിച്ച് ജീവിക്കാൻ കഴിയുന്നവർ കല്യാണം കഴിച്ചില്ല എന്നൊരു കുറവേ അല്ല, മക്കളില്ല എന്നുള്ളത് കുറവൊന്നുമല്ല. ഈ അവസ്ഥയാണ്, മനുഷ്യനാണ് പരീക്ഷിത്ത്. നമ്മളൊക്കെ പരീക്ഷിത്തുമാരാണ്. അങ്ങനെ എല്ലാം തികഞ്ഞ പരീക്ഷാത്താവുമ്പോൾ എവിടേക്കാണ് പോവുക അറിയോ? നായാട്ടിന്. പാവപ്പെട്ട മൃഗങ്ങളെ ഒഴിയമ്പ് ചെയ്ത് കൊല്ലുക. അതിന് ചില ന്യായമൊക്കെ പറയും. മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കുറയ്ക്കാൻ വേണ്ടി രാജാവ് ചെയ്യുന്നതാണ് എന്നൊക്കെ ന്യായീകരണം പറഞ്ഞാലും ആ നായാട്ടം എന്ന് പറയുന്നത് ഒരു മഹാഭാവം തന്നെ ആണ്. നമ്മളൊക്കെ നായാട്ടിന് ഇറങ്ങുന്നവരാണ്. ഞാനൊരു കഥ എഴുത്തുകാരനാണ്. അപ്പോൾ കഥ എഴുതുക എന്ന് പറഞ്ഞാൽ നായാട്ടാണ്. എന്താ വെച്ചാൽ വളരെ പാവങ്ങളെ ദ്രോഹിക്കാൻ. ഇത് വായിക്കുന്നവർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? അവരുടെ ആയുസ്സിലെ പ്രധാനപ്പെട്ട സമയം പാഴായി. അതിനെന്തെങ്കിലും ഒരു പഠിക്കാനുണ്ടോ? ഒന്നുമില്ല. അവരെ കുറെ ഭ്രമിപ്പിക്കും. അപ്പോൾ ഇതേപോലെ ഏത് കളിയായിരുന്നാലും ഏത് പ്രവർത്തനമാണെങ്കിലും നാട്ടുകാരെ കേൾക്കെ പറയുക സേവന പ്രവർത്തനമാണ്. ഇത്ര കാലത്തെ സേവനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അവനോ സേവിച്ചു, ഗവൺമെൻറ്റിൽ നിന്ന് താങ്ങാൻ കഴിയാത്ത ശമ്പളം വാങ്ങി, കൈക്കൂലി വാങ്ങി. ഇതിനൊക്കെയാണ് സേവന പ്രവർത്തനം എന്ന് പറഞ്ഞത്. അല്ലാത്തവരില്ല എന്നും പറയുന്നില്ല. നായാട്ടിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തു, കുറേ കിരീടങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്.
ഒരു കിരീടം വേണമല്ലോ. ടൈ കെട്ടുന്നവർ ഒരു പ്രത്യേക ടൈ തിരഞ്ഞെടുക്കുന്ന മാതിരി അങ്ങനെ ഒരു കിരീടം തിരഞ്ഞെടുത്തു. ആ കിരീടം ജരാസന്ധൻ്റെ കിരീടമായിരുന്നു. ജരാസന്ധൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഒരാൾ ഉപയോഗിച്ച വസ്തുക്കൾ വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. വേറൊരാൾ ഉപയോഗിച്ചാണത്. സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം വിരലടയാളം നോക്കിയാൽ കിട്ടുന്നുണ്ടല്ലോ. ആ ആൾ ഉപയോഗിച്ച ആളുടെ വിരലടയാളം അതിൽ വരുന്നുണ്ട്. അത് നമ്മുടെ സെല്ലുകളെ ബാധിക്കും. ഒരാളുടെ ഷർട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സെല്ലുകൾ നമ്മളെ സ്വാധീനിക്കും. ഈ കിരീടം തലയിൽ വെച്ചു. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി. കണ്ണാടിയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ പേരാണ് ദർപ്പണം. കണ്ണാടിയെ വിളിക്കുന്നതാണ്. ആ ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ആണ്. അഹത്തിന് ആകാരമുണ്ടാകുന്നതാണ് അഹങ്കാരം. പുറത്തേക്ക് പോകുമ്പോൾ കണ്ണാടിയിൽ നോക്കണം എന്ന് ഞാൻ നിർബന്ധപൂർവം പറഞ്ഞ പ്രഭാഷണങ്ങളുണ്ടാകും. അത് വേറൊരു കാര്യത്തിൻ്റെ പ്രാധാന്യം പറയാനാണ്. വേറൊരു കാര്യത്തിൻ്റെ വീട്ടിൽ സ്വർണം വയ്ക്കാൻ പാടില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ സ്വർണം വെച്ചിട്ടില്ല. ഒരാൾ എന്നോട് പറയാം, ഇപ്പോൾ സമീപകാലത്ത് വീട്ടിൽ കുറച്ച് സ്വർണം വേണമെന്ന് താങ്കൾ പറഞ്ഞു. ഏതാണ് ശരി? രണ്ട് ശരികളുണ്ട്. ആ രണ്ട് ശരി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. സാധാരണഗതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണക്കാരൻ മുടിയൊന്ന് ചീന്തണം. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണാടിയിലൊന്ന് നോക്കണം. അത് സാമാന്യമായ അർത്ഥത്തിൽ പറയുന്നതാണ്. ഇവിടെ പരീക്ഷിച്ച് ജരാസന്ധൻ്റെ കിരീടം അങ്ങോട്ട് വെച്ച് അഹങ്കാരത്തോടുകൂടി, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവത്തിന് ആകാരം ഉണ്ടാകും, അത്രേ ഉള്ളൂ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ അബദ്ധമൊന്നുമല്ല. അഹങ്കാരം നമുക്ക് വേണം. അഹങ്കാരം ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. ദർപ്പത്തിലേക്ക്, ദർപ്പം അഹങ്കാരം, അതിലേക്കൊന്ന് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ബോഡിയിലേക്ക് നെഗറ്റീവ് പ്രവേശിച്ചു. നമ്മുടെ ബോഡിയിലേക്ക് പോസിറ്റീവ് വരണം, നെഗറ്റീവും വന്നു പോകും. ചില സ്ഥലങ്ങളിൽ പോവുക ബോഡിയിലേക്ക് നെഗറ്റീവ് ബാധിക്കും. രാത്രി ദുസ്വപ്നം കണ്ടു. ഉള്ളത് ഞാൻ ആലോചിച്ച് എന്താ ഇപ്പോൾ കാണാൻ കാരണം. അപ്പം അന്ന് ഈവനിങ് വാക്കിന് ഓരോ ദിവസവും ഓരോ വഴി കൂടെയാണ് പോവുക. അന്ന് ഈവനിങ് വാക്കിന് പോയ വഴി ഒരിടത്ത് നെഗറ്റീവ് ഉണ്ട്. അവിടെ താമസിക്കുന്നവരുണ്ട്. ആ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവണ്ടാച്ചിട്ടാണ് പേരൊന്നും പറയാത്തത്. പേര് പറഞ്ഞാൽ അയ്യോ ഞാൻ താമസിക്കുന്നതിന് അടുത്താണല്ലോ, അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ട. നെഗറ്റീവ് കയറി. ആ നെഗറ്റീവിൻ്റെ പേരാണ് കലി ശരീരത്തിൽ കയറി. കലി. ആ കലി എന്ന് പറഞ്ഞാൽ കൽക്കി, കലി. കൽക്കി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ മറ്റൊരു പേരാണ് ഭയം എന്നത്. ഈ നെഗറ്റീവാകുന്ന കലി കയറിയപ്പോൾ പരീക്ഷത്തിന് വന്ന ഒരു മാറ്റം നമുക്കും സംഭവിക്കാം. ആ അങ്ങനൊരു കിരീടമുണ്ട്. എത്ര കിരീടം ഉണ്ടായിരുന്നു?
ആ കിരീടം എടുത്തിട്ട് തലയിൽ വെച്ചിട്ടാണോ നായാട്ടിന് പോയതെന്നുള്ള ചോദ്യമൊന്നുമില്ല. മണ്ടന്മാരെ അത്രയും ചോദ്യമൊക്കെ ചോദിക്കുള്ളൂ. അത് പിന്നെ ഇപ്പുറത്ത് വേറെ കിരീടങ്ങളുണ്ടല്ലോ. എത്ര കിരീടം ഉണ്ടായിരുന്നു ആകെ? കുറേ ലക്ഷമില്ലാതെ വരുമ്പോൾ 12 കിരീടം എന്ന് പറയും. വേറെ ചില വായിച്ചല്ലോ 14 കിരീടമുണ്ട്. ജരാസന്ധൻ്റെ കിരീടം എന്ന് പറഞ്ഞ അർത്ഥം ജരയുമായി സന്ധി ചെയ്തവൻ്റെ കിരീടം. ഇതാണ് സിംബോളിക്കാണ്. നമ്മുടെ ശരീരം ജരയുമായി സന്ധി ചെയ്തവൻ്റെ കിരീടം എടുത്ത് വയ്ക്കുമ്പോൾ അഹങ്കാരത്തിൽ എന്ത് സംഭവിക്കും? ജര എന്ന് പറഞ്ഞ വാർദ്ധക്യം. അതിൽ നിന്നാണ് ജരാനരകൾ എന്ന പദം വന്നത്. ഈ ജരയുമായി സന്ധി ചെയ്തവൻ ജരാസന്ധൻ. ഇനി ജരാസന്ധൻ്റെ വലിയൊരു കഥയുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഈ മീനിങ് അറിയാതെ വായിക്കുമ്പോൾ വെറുതെ ഒരു കഥ, അതൊരു മിത്താണെന്നൊക്കെ പറയും ചിലവർ. ജരാസന്ധൻ്റെ ജന്മസ്ഥലം ഇന്നോടത്തിയിലല്ല, ഇവിടെ അതല്ല. ജരയുമായി സന്ധി ചെയ്തവൻ്റെ മാനസികാവസ്ഥയാണ്. മുഖത്ത് പൗഡർ ഇടുന്നതും പ്ലാസ്റ്റിക് സർജറി നടത്തുകയും ഒക്കെ ചെയ്യണം. എന്തിന്? നമ്മൾ ജരാസന്ധനാണ്. നമ്മൾ ഓരോരുത്തരും ജരാസന്ധന്മാരാണ്, ജരയുമായിട്ട് സന്ധി ചെയ്തവരാണ്. അപ്പം അഹങ്കാരം വരും, കണ്ണാടിയിലേക്ക് നോക്കും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പരീക്ഷത്തിലുണ്ടായ ഭാവമാറ്റമാണ് തുടർന്നുള്ള കഥ. എന്തേ ഭാവം മാറിയത്? ഒരു മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ഇതിലെ മാൻ പോയോ, വേട്ടയാടാൻ വന്നാ ചോദിക്കണതേ, എന്തോ ചോദ്യം ചോദിച്ചു. മറുപടി പറഞ്ഞില്ല. ഇതുപോലുള്ള വസ്തുക്കൾ ചോദിക്കുന്ന ആരോടാ? വലിയൊരു കാര്യമൊന്നുമല്ല ചോദിക്കണതേ. മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളോട് ചോദിക്കണ ചോദ്യം വേറെ ഒന്നും ചോദിക്കാനില്ലേ. വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് വരുന്ന ആൾ ആ ആളോട് വന്നിട്ട് ബ്രാൻഡി ഷാപ്പ് എവിടെയാണ് എന്ന് ചോദിക്കുന്നത് ഇതിനേക്കാൾ മോശം. ഈ ചോദ്യം ചോദിച്ചപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഗുരു മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടോ? ഒരു പാമ്പ് ചത്തു കിടക്കുന്നു, ആ പാമ്പിൻ്റെ ജഡം കഴുത്തിലിട്ടു. പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജഡം എന്നാൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം. പാമ്പ് കോയിൽ രൂപത്തിലാവും. കുണ്ടലിനി ശക്തി 3.5 ചുറ്റിൽ ഉറങ്ങിക്കിടക്കുകയാണ് മൂലാധാരത്തിൽ. എനർജി കോയിൽ രൂപത്തിലാണ് കിടക്കുക. ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിക്കുന്നവർക്കറിയാം, എനർജി എന്ന് പറഞ്ഞാൽ കോയിലാണ്. പാമ്പിൻ്റെ ജഡം എവിടെയാ അണിഞ്ഞത്? ജീവനുള്ള ഒരു മഹർഷിയുടെ കഴുത്തിലിട്ടു. ആ മഹർഷി ചൈതന്യ വസ്തുവാണ്. ഈ ചൈതന്യ വസ്തു പറഞ്ഞാൽ നമ്മൾ തന്നെ, നമ്മൾ ഓരോരുത്തരും ചൈതന്യ വസ്തുവാണ്. എപ്പോൾ ചൈതന്യം നഷ്ടപ്പെട്ടുവോ നമ്മൾ ശവമായിട്ട് മാറും. നമ്മൾ ചൈതന്യ വസ്തുവാണ്. ഈ ചൈതന്യ വസ്തുവിൽ ജഡവസ്തു ആരോപിക്കപ്പെട്ടു. അപ്പം മരണത്തിലേക്ക് നീങ്ങി. ഈ പ്രപഞ്ചം ഒരു ചൈതന്യ വസ്തുവാണ്, നമ്മൾ കാണുന്ന ചൈതന്യ വസ്തുവായിട്ടല്ല. പഞ്ചഭൂതങ്ങൾക്ക് 5ഉം ചൈതന്യമുണ്ട്. ആ പഞ്ചഭൂതങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിക്കും. ആ അനുസരിക്കാനുള്ള വിദ്യകളുണ്ട്, തന്ത്രയിൽ അതൊക്കെ പഠിപ്പിക്കും. ഞാനത് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ കോൺസെൻട്രേഷനുള്ള ഒരാളെ കിട്ടാറില്ല. ഇതൊന്നും ഇരുന്ന് കേൾക്കേണ്ടതാ, എളുപ്പമുള്ള കാര്യമല്ല.
അപ്പോൾ ആജ്ഞാശക്തി ഉണ്ടാവും. ആജ്ഞാശക്തിയുടെ പേരാണ് മഴു. മഴു എറിയുക എന്ന് പറഞ്ഞാൽ വിറക് കീറുന്ന യന്ത്രത്തിന് മഴു എന്ന് പേരിട്ട് പിന്നീടാണ്. നമ്മളുടെ ആജ്ഞയിൽ നിന്ന് വരുന്ന ഭാവമാണ്. ഇത്രയും ചൈതന്യ വസ്തുവിൽ നമ്മൾ എന്ത് ചെയ്തു? വീട് വെച്ചു. കുറച്ച് കല്ലും മണ്ണും ഒരു പ്രത്യേക രീതിയിൽ വെച്ചിട്ട് നിക്ക് മാത്രം അങ്ങനെ ആകാശതത്വത്തിനെ തടവിലിട്ടു. മഹാകാശത്തിൽ ലയിക്കുകയല്ല ചെയ്തത്. വീടിന് വാർപ്പ്, ഇത് മാത്രം എൻ്റെ സ്ഥലം, ഇവിടെ തൊട്ട് ഇതുവരെ എൻ്റെ സ്ഥലം, അല്ലെങ്കിലേ ശരീരം എന്നുള്ളൊരു ഗൃഹമാണ്. ഈ ശരീരം എന്നുള്ള ഗൃഹത്തിൽ ഇതിനൊക്കെ തടവിലിട്ടിരിക്കണം. ഇനി വീട് വയ്ക്കണം. വീട് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ചൈതന്യ വസ്തുവിൽ ജഡവസ്തുവിനെ ആലോചിച്ചു. ആകാശത്തെ പൂട്ടിയിട്ടു. വായു പുറത്തേക്ക് പോകാത്ത രീതിയിലാക്കി. അഗ്നി, ഇതിൻ്റെ ടെമ്പറേച്ചറിന് മാറ്റമില്ലാതെ അഗ്നിയെ തടവിലിട്ടു. അതിനകത്തെ ജലതത്വത്തിനെ തടവിലിട്ടു. പൃഥ്വിതത്വത്തിനെയും തടവിലിട്ടു. ഈ ചൈതന്യ വസ്തുവിനെ നോക്കിയിട്ട് നമ്മൾ ഇവിടെ സെൻറ്റിന് എന്ത് വില വരും? ഇവിടെ സെൻറ്റിന് എത്ര ഉറപ്പുണ്ടോ? ഇത് ഇന്ന വിലയ്ക്ക് വാങ്ങിയിട്ട് മറിച്ച് വയ്ക്കുമ്പോൾ എത്ര കിട്ടുമോ? വീടിനകത്ത് മുഴുവൻ ജഡവസ്തുക്കൾ, ചൈതന്യ വസ്തുവല്ല. ചൈതന്യ വസ്തു ഇതൊന്നുമല്ല. ജഡവസ്തുവെ ചൈതന്യ വസ്തുവിൽ ജഡതത്വത്തെ ആരോപിച്ചു ഈ പരീക്ഷിത്ത്. അതുകൊണ്ടാണ് മഹർഷിയുടെ ശാപം അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ശ്രവിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതകഥ തുടക്കത്തിലേ പറഞ്ഞു. ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്രയും തത്വം ഒതുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഭാഗവതത്തിൻ്റെ കഥ എന്തായിരിക്കുമെന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. ഇത് വായിച്ച് വിളിച്ച എല്ലാവർക്കുമുള്ള മറുപടിയായിട്ട് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.